ഒരു നല്ല വാക്ക് പ്രയോഗിച്ചു ബജറ്റ് തുടങ്ങിയപ്പോൾ. ന്യൂ നോർമൽ എന്ന് പറഞ്ഞു. കറക്റ്റാണ്. ന്യൂ നോർമൽ എന്താണ്? ഇപ്പോഴത്തെ ന്യൂ നോർമലായി മാറിയിരിക്കുന്നത് എന്താണ്? തോന്നിയതുപോലെ ബജറ്റിൽ പ്രഖ്യാപിക്കുക, അത് നടപ്പാക്കാതിരിക്കുക, പ്ലാൻ സൈസ് കട്ട് ചെയ്യുക, പ്ലാൻ എക്സ്പെൻഡിച്ചർ കുറയ്ക്കുക. ഇതാണിപ്പോൾ കേരളത്തിൻ്റെ ന്യൂ നോർമൽ. ന്യൂ നോർമൽ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഇല്ലാത്ത ഒരു പുതിയ സംവിധാനം കൊണ്ടുവന്നിട്ട് അതൊരു സിസ്റ്റത്തിൻ്റെ ഭാഗമാകുകയാണ്. അപ്പോൾ കേരളത്തിലെ ഒരു ഫിസ്ക്കൽ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ ഒരു ധനകാര്യ വ്യവസ്ഥതയുടെ വിശ്വാസ്യതയെ മുഴുവൻ തകർത്തുകൊണ്ടാണ് ഈ 5 കൊല്ലം മുമ്പോട്ട് പോയത്. പരിതാപകരമായ ഒരു അന്ത്യമാണ് കേരളത്തിൽ ഉണ്ടായതെന്ന് വ്യക്തമാണ്. ഇപ്പോൾ 2021 അധികാരത്തിൽ വന്നത് 2500 രൂപ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷനാക്കുമെന്ന് പറഞ്ഞാൽ 1600 രൂപയെന്ന് ജനങ്ങളെ കബളിപ്പിച്ചാണ്. കുറേ പേര് വോട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേരിൽ. എന്നിട്ട് 4.25 കൊല്ലക്കാലം ഒരു ചില്ലിക്കാശ് കൊടുത്തോ? ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് 400 രൂപ കൂട്ടി. ഇപ്പോൾ വീണ്ടും അത് കൂട്ടിയിട്ടില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാനമാണ് കേരളം. ഇന്നലെ മുഖ്യമന്ത്രി അതിനെ തള്ളി പറഞ്ഞു, ഇവിടെ അങ്ങനെ ഇല്ല എന്ന്. പക്ഷേ ഇന്നലെ പ്ലാനിംഗ് ബോർഡ് ഇറക്കിയ ഇക്കണോമിക് റിവ്യൂവിൽ തന്നെ അത് പറയുന്നുണ്ട്. ഇക്കണോമിക് റിവ്യൂവിൽ തന്നെ ഇത് കണക്കാണ്. ആർക്കും തെറ്റിദ്ധരിപ്പിച്ച് എനിക്ക് 2% കൂട്ടിയൊന്നും പറയാൻ പറ്റില്ല. ഇന്ത്യയിൽ കഴിഞ്ഞ 10 മാസമായി 11ാമത്തെ മാസത്തിലേക്ക് കിടക്കുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാനം കേരളം. മാർക്കറ്റ് ഇൻ്റർവെൻഷനിൽ ദയനീയമായി പരാജയപ്പെട്ടു. കാരണം അലോട്ട് ചെയ്യുന്ന പണം അനുവദിക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും കൂട്ടിയിട്ടുണ്ട് എമൗണ്ട്. കഴിഞ്ഞ പ്രാവശ്യം മാർക്കറ്റ് ഇൻ്റർവെൻഷന് വേണ്ടി വെച്ച തുക ചിലവാക്കിയിട്ടില്ല. കാരണം കയ്യിൽ പൈസയില്ല. പിന്നെ ക്ഷേമ പെൻഷൻ തുടങ്ങിയത് ആരാണെന്ന് ജനങ്ങൾക്കറിയാവുന്നതാണ്. മന്ത്രിക്ക് അറിയില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞുതരാം. ആർ ശങ്കർ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ആർ ശങ്കറിൻ്റെ കാലത്താണ് വാർദ്ധക്യകാല പെൻഷനും വിധവാ പെൻഷനും കേരളത്തിൽ ആരംഭിക്കുന്നത്. CPM അല്ല, കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അല്ല പെൻഷൻ ആരംഭിക്കുന്നത്. അതുപോലെ കടം 2021 അപേക്ഷിച്ച് കുറഞ്ഞു എന്നാണ് മന്ത്രി പറയുന്നത്. ഈ വരുമാനം വർദ്ധിച്ചു എന്ന് പറയുന്നുണ്ട് കേരളത്തിൻ്റെ. എങ്ങനെയാണെന്നറിയാം? കോവിഡ് കാലത്തെ ഒരു വരുമാനം ഗണ്യമായി കുറഞ്ഞല്ലോ എല്ലാ സംസ്ഥാനങ്ങളിലും ഗവൺമെൻറ്റിന്. എന്നിട്ട് നോർമലായി വന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ, കോവിഡൊക്കെ മാറി, അപ്പോൾ ഒരു റവന്യൂ വരുമാനം വർദ്ധിക്കും. തീരെ ഇല്ലായിരുന്ന കാലത്തെയും കോവിഡ് കാലം കഴിഞ്ഞ് വന്നതിൻ്റെയും ശതമാന കണക്കാണ് ഈ പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇന്നത്തെ കണക്കാണ്. കഴിഞ്ഞ വർഷത്തെ ഈ ബജറ്റ് അവതരിപ്പിച്ചപ്പോഴുള്ള 2025-26 ബജറ്റ് എസ്റ്റിമേറ്റിലെ റവന്യൂ വരവ് എത്രയായിരുന്നു? 1,52,000 കോടി അല്ലേ ആയിരുന്നു. ഇപ്പം ഇന്ന് അവതരിപ്പിച്ചതിൽ എത്രയാണ് ആ വരുമാനം കിട്ടിയിരിക്കുന്നത്? 1,37,000 കോടി. 15,000 കോടി എസ്റ്റിമേറ്റിനേക്കാൾ കുറവാണ്. ചെലവ് 1,79,000 കോടി പറഞ്ഞെടുത്ത് 1,73,000 കോടി. കഴിഞ്ഞ പ്രാവശ്യത്തെ റവന്യൂ കമ്മി എസ്റ്റിമേറ്റിൽ 27,000 കോടി, 36,000 കോടി എസ്റ്റിമേറ്റ് വന്നു. ഈ പറയുന്ന കണക്കും യഥാർത്ഥ കണക്കും തമ്മിൽ യാതൊരു ബന്ധമില്ല.